നമ്മുടെ ഇടവക്കാരൻ കണ്ടാംകുളം സെക്രട്ടറിയാസിൻ്റെ പൗരോഹിത്യത്തിൻ്റെ 25 വർഷങ്ങളുടെ ഓർമ്മ ഇവിടെ പരിശുദ്ധ കുർബാന അർപ്പിച്ച് ഒരു സ്തോത്രഗീതം പോലെ നമ്മൾ സമർപ്പിക്കുകയാണ്. അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാനുള്ള അവസരമാണിത്. ഈ ഇടവകയോട് ബന്ധപ്പെട്ടവർ, അച്ഛൻ്റെ സഹപാഠികൾ, അച്ഛന്മാർ, സെക്രട്ടേറിയൻ, ബർബാൻസ് അച്ഛൻ, അനവധി അച്ഛന്മാർ, സെക്രട്ടറിയാസിനോടുള്ള അടുപ്പവും പൗരോഹിത്യത്തോടുള്ള അടുപ്പവും വഴി ഈ ഓർമ്മയിൽ ഇന്ന് ഒന്നിക്കുകയാണ്. സെക്രട്ടറിയാസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവം ഓർത്തു എന്നാണല്ലോ. ഷക്കീർ, ടു റിമെമ്പർ, ദൈവം ഓർത്തു എന്ന പേരുള്ള അച്ഛൻ പൗരോഹിത്യത്തിൻ്റെ ഓർമ്മകൾ ഇവിടെ കണ്ടെത്തുമ്പോൾ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യമാണ്. വേദ പുസ്തകത്തിൽ അടിസ്ഥാനപരമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ചിന്തയുമാണ്. ന്യൂ ടെസ്റ്റമെൻറ്റിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ സക്കറിയായുടെ പ്രാധാന്യം നമ്മൾ മംഗളവാർത്ത കാലത്ത് പലപ്പോഴും കേൾക്കുകയും ഓർക്കുകയും പഠിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ള കാര്യമാണ്. സക്കറിയ വലിയ പുരോഹിത പരമ്പരയിൽ വന്നയാളാണ്. ദേവാലയത്തിൻ്റെ മധുബഹായിൽ അതിൻ്റെ പ്രധാന സ്ഥാനത്ത് നിന്ന് ദൈവകൃപ വാങ്ങിച്ചെടുത്ത ഒരു വ്യക്തിയാണ്. എല്ലാ പ്രയാസങ്ങളും നമ്മൾ സമർപ്പിക്കുന്നതും ദേവാലയത്തിൻ്റെ മധുബഹായിലാണ്. മധുബഹായുടെ വലതുവശത്ത് ധൂപപ്രാർത്ഥന നടത്തിയപ്പോൾ അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്ത രീതിയിലുള്ള ദൈവത്തിൻ്റെ കൃപയാണ് കിട്ടിയത്. അദ്ദേഹത്തിന് പെട്ടെന്ന് അത് വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് കാലഘട്ടങ്ങളിൽ മൗനം ദീക്ഷിക്കേണ്ടി വന്നു. മുനിയായിട്ട് കഴിഞ്ഞിരുന്ന കാലഘട്ടം അവസാനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ നാവ് തുറന്നു. ബെനഡിക്തുസ് എന്നറിയപ്പെടുന്ന വലിയ സ്തോത്രഗീതം അതാണല്ലോ. മിണ്ടാതിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് എല്ലാ അർത്ഥത്തിലും നമുക്ക് നല്ല കരിസ്മാറ്റിക് ആകാൻ സാധിക്കുന്നത്. വാതുറക്കുമ്പോൾ ദൈവത്തിൻ്റെ കീർത്തനങ്ങൾ പാടുന്നത് പോലെ ഇരിക്കും. അങ്ങനെയുള്ള വലിയ ഒരു പുരോഹിതൻ്റെ നാമം ധരിച്ചപ്പോൾ മൗനത്തിലിരുന്ന് പ്രാർത്ഥിക്കുവാനും വാചാരതയോടുകൂടി പ്രസംഗിക്കുവാനും ലോകം മുഴുവനും ഓടി നടക്കുവാനും എല്ലാമുള്ള കൃപയാണ് അച്ഛന് ദൈവം കൊടുത്തിരിക്കുന്നത്. നല്ല ശുശ്രൂഷയിൽ ഏർപ്പെടാനും അതിൽ മഹത്വം കണ്ടെത്തുവാനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഒരച്ഛൻ്റെ ജീവിതം ഞാൻ കരുതുന്നത് കാനായിലെ കൽഭരണിക്ക് നേരെ വിപരീതമായിട്ടുള്ള വലിയ ബലപിടിപ്പുള്ള മേൽത്തരം തൈലം കാത്തു സൂക്ഷിച്ച ആ ചെമ്പ് പാത്രം പോലെയാണ്, ആ കൽഭരണി പോലെയാണ്. മേൽത്തരം തൈലം മുഴുവനും കർത്താവിൻ്റെ ശിരസിൽ പകർന്നപ്പോൾ ആ പാത്രം എംറ്റിയായി. കനായിൽ കൽഭരണികൾ നിറഞ്ഞ് കവിഞ്ഞു. എംറ്റിയാക്കപ്പെട്ട, ശൂന്യമാക്കപ്പെട്ട ഒരു പാത്രം പോലെയാണ് നമ്മൾ പൗരോഹിത്യ ശുശ്രൂഷയുടെ സമാപന വർഷങ്ങളിൽ എത്തുമ്പോൾ. ആ പാത്രത്തിന് സന്തോഷിക്കാനായിട്ട് പറ്റും. എനിക്കുള്ള വിലപിടിപ്പുള്ള കാര്യമെല്ലാം ആണ് ഞാൻ കൊടുത്തത്. മേൽത്തരം കാര്യങ്ങളാണ് എന്നിൽ നിന്ന് നൽകപ്പെട്ടത്. ആ മേൽത്തരം കാര്യം ഈശോയുടെ മരണത്തിൻ്റെ ശുശ്രൂഷകളിലേക്കായിട്ട് ഞാൻ നൽകിയതാണ്. അങ്ങനെ മേൽത്തരം കാര്യങ്ങൾ നൽകി
പാത്രത്തിൽ ഒന്നുമില്ലാതെ നിൽക്കുന്ന ആ പാത്രം വളരെ വിലപ്പെട്ടതാണ്. ആ പാത്രത്തിൻ്റെ ശൂന്യതയെക്കുറിച്ചാണ് ലോകം മുഴുവനും ഈ കാര്യം അറിയിക്കപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാം നമ്മളിലുള്ള ഏറ്റവും നല്ലത് നമ്മൾ നൽകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു സംതൃപ്തിയാണ് പൗരോഹിത്യം. കാർഡിനൽ ന്യൂമാൻ പറഞ്ഞിരുന്നല്ലോ, priesthood is permanent washing of the feet of others. അവിടെയാണ് നമ്മൾ ശൂന്യവൽക്കരിക്കപ്പെടുന്നത്. മറ്റുള്ളവരുടെ പാദങ്ങൾ നിരന്തരം കഴുകുന്ന ശുശ്രൂഷയാണ് പൗരോഹിത്യം. പെർമനന്റ് വാഷിംഗ് ഓഫ് ദ ഫീറ്റ് ഓഫ് അതേഴ്സ്. നമുക്ക് ഏതെങ്കിലും തരത്തിൽ അഭിമാനിക്കാനുണ്ടെങ്കിൽ ഈ വഴികളിലൂടെയാണ്. നമുക്കുള്ളതെല്ലാം നമ്മൾ നൽകുകയും നിരന്തരമായിട്ട് നമ്മൾ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷയിൽ സാധാരണക്കാരുടെ കൂട്ടത്തിൽ ആയിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ കിട്ടുന്ന ഒരു വലിയ സന്തോഷം. ഇന്നത്തെ സുവിശേഷത്തിൽ കനാൻകാരി സ്ത്രീ കർത്താവിൻ്റെ പക്കൽ വരുന്നതാണല്ലോ. കനാനും മൊബാബും എല്ലാം യഹൂദർക്ക് നിഷിദ്ധമായിരുന്ന സ്ഥലമാണ്. അവരവിടെ പ്രവേശിക്കാറില്ല, അതേക്കുറിച്ച് സംസാരിക്കാറുമില്ല. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് വിസ്മയം തോന്നും. ആ സ്ത്രീ വന്ന് കർത്താവിനോട് പറയുന്ന കാര്യങ്ങൾ. അവിടെ വലിയൊരു സുവിശേഷം ആ തിരുവചന ഭാഗം നമുക്ക് നൽകുന്നുണ്ട്. മൊബാബും കനാനുമൊക്കെ യഹൂദന്മാർ കാലുകഴുകി വെള്ളമൊഴിക്കാനും അശുദ്ധ വസ്തുക്കൾ വലിച്ചെറിയാനുമുള്ള ഇടങ്ങളായിരുന്നു. മൊബാബ് എൻ്റെ ക്ഷാളന പാത്രമാണെന്ന് സങ്കീർത്തനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. കൈ കഴുകി തുപ്പാനുള്ള സ്ഥലമാണ്. അത്രയ്ക്ക് പ്രാധാന്യമേ അതിനുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടെ നിന്ന് ഒരു സ്ത്രീ വന്ന് കർത്താവിൻ്റെ പക്കൽ കരഞ്ഞ് അപേക്ഷിച്ച്, ഒരു ജെൻറ്റൈൽ ആയിട്ടുള്ള സ്ത്രീയാണ്. കർത്താവ് സ്വാഭാവികമായിട്ടും അത് പ്രതീക്ഷിക്കുന്നില്ല, ശിഷ്യന്മാരും അത് പ്രതീക്ഷിക്കുന്നില്ല. അവൾ വന്ന്, മകളെ പിശാച് ബാധിച്ചു, നിനക്ക് മാത്രമേ അതിനെ സുഖപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവിടെ നടക്കുന്ന ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഒരു സീന് ഇവിടുത്തെ പരിശുദ്ധാവ് പറയുന്നുണ്ടല്ലോ. നമ്മുടെ അടുത്ത് ആരെങ്കിലും വരുമ്പോൾ 3 കാര്യങ്ങളാണ്: ഹിയറിംഗ്, ലിസണിങ് ആൻഡ് അക്കമ്പനിങ്. കേൾക്കുക, ശ്രദ്ധിക്കുക, കൂടെ പോവുക. പാസ്റ്ററൽ പ്ലാനിങ് അതാണ്. ഫ്രാൻസിസ് പിതാവ്, പരിശുദ്ധാവ് നിരന്തരമായിട്ട് ലോകത്തോട് സംസാരിക്കുന്ന ഒരു കാര്യം അതാണ്. ഹിയറിങ്ങിൻ്റെ ഒരു മേൽത്തരം സവിശേഷതയാണ് ലിസണിങ്. നമ്മളാദ്യം ഒന്ന് കേട്ടു, പെട്ടെന്ന് നമുക്ക് പോകേണ്ടി വന്നു, ഇപ്പോൾ സമയമില്ലെന്ന് പറഞ്ഞു. പിന്നെ വിളിച്ച് ശ്രദ്ധാപൂർവം കേൾക്കുന്നതാണ് ലിസണിങ്. ഇവിടെ ഈ സ്ത്രീ വന്ന് ഈ കാര്യം പറയുമ്പോൾ കർത്താവ് ഒന്നും മിണ്ടിയില്ല. വലിയൊരു സീനാണ്. ഒരു പ്രജാതിക്കാരി വന്ന് നമ്മുടെ പക്കലാണെങ്കിലും ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ നമ്മളൊന്നും മിണ്ടാതെ ഭാവിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ഈ സ്ത്രീ 3 തിരസ്കരണങ്ങൾ ഇവിടെ ഏറ്റുവാങ്ങുകയാണ്. നമുക്കും ശുശ്രൂഷകരെന്ന നിലയിൽ ഒരുപാട് തിരസ്കരണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടാകാം പല മേഖലകളിൽ നിന്ന്. ഞാൻ ഇതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. ഒന്നും മിണ്ടാതിരിക്കുന്ന കർത്താവിനോട് ശിഷ്യന്മാർ പറഞ്ഞു, ഇത് ശരിയല്ലല്ലോ, ഒന്നും മിണ്ടണ്ട, അവളെ ഒന്ന് പറഞ്ഞയച്ചാൽ മതി. അപ്പോൾ രണ്ടാമതും കർത്താവ് പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ഇസ്രായേൽക്കാരുടെ പക്കലേക്കാണ്.
യഹൂദന്മാരുടെ പക്കലേക്കാണ്. സുവിശേഷം, ദൈവവചനം എല്ലാം യഹൂദർക്ക് ജന്മന കിട്ടേണ്ടതാണ്. യഹൂദരിൽ നിന്നാണ് രക്ഷ. കർത്താവ് തിരഞ്ഞെടുത്ത ജനമാണ്. ഞാൻ അവരുടെ പക്കലേക്ക് എന്നെ തന്നെ സമർപ്പിക്കാൻ വന്ന വ്യക്തിയാണ്. രണ്ടാമത്തെ ആ തിരസ്കരണവും കഴിഞ്ഞപ്പോഴും ആ സ്ത്രീ വിട്ടുപോയില്ല. അവിടെ മൂന്നാമതും കർത്താവിനോട് പറഞ്ഞു, ഞാൻ മകളല്ല, മകൾക്കടുത്ത ബലയും എനിക്കില്ല. ഇസ്രായേൽക്കാരാണ് അങ്ങയുടെ മക്കള്, ഇസ്രായേലിനുള്ള ഭക്ഷണമാണ് അങ്ങ്. ഇസ്രായേൽക്കാരുടെ ടേബിൾ വളരെ വിഭവസമൃദ്ധമായ വിരുന്ന് ഐറ്റംസ് ഉള്ളതാണ്. അവർ ഭക്ഷിക്കട്ടെ. പക്ഷേ അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വിരലിന് ഇടയിലൂടെ താഴെ വീഴുന്ന ഭക്ഷണം ഞങ്ങളെപ്പോലെയുള്ള നായ്ക്കൾക്ക് ജീവിക്കാൻ വകയാകുമല്ലോ. ഈശോ പറഞ്ഞല്ലോ, മക്കളുടെ അപ്പം നായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയല്ല. പ്രജാതികള്, ബന്ധമില്ലാത്തവര്, വിശ്വാസമില്ലാത്തവര്, അന്യദൈവങ്ങളിൽ വിശ്വസിക്കുന്നവര്. അപ്പോഴാണ് സ്ത്രീ പറഞ്ഞത്, നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ നിങ്ങളുടെ വിരലിൻ്റെ ഇടയിലൂടെ പൊടിക്കഷ്ണങ്ങൾ താഴെ വീഴുമ്പോൾ അവിടെ കിടക്കുന്ന നായ്ക്കൾക്ക് അത് മതി, അവർ നല്ലതുപോലെ ഭക്ഷിച്ച് തൃപ്തിയായിക്കൊള്ളും. ഖിനാരിയോൺ എന്ന് വേദപുസ്തകം ഉപയോഗിക്കുന്ന പദം നായ്ക്കുട്ടികളാണ്, കുട്ടിക്കുട്ടികളാണ്. ഖിനാരിയോൺ. അങ്ങനെ ഒരുപാട് സമൂഹത്തിൽ ജീവിക്കുന്ന പട്ടിയും പൂച്ചയും എല്ലാം പലപ്പോഴും അങ്ങനെയാണല്ലോ. അങ്ങനെയുള്ള വലിയൊരു തത്വം ആ സ്ത്രീ ഈശോയെ പഠിപ്പിക്കുക. 3 തിരസ്കരണങ്ങൾ ഏറ്റുവാങ്ങി ദൈവത്തിൻ്റെ വിളി കേട്ടവളാണ്. നമ്മുടെ ഓരോ അവസരത്തിൽ, കുടുംബജീവിതത്തിലാണെങ്കിലും അജപാലന രംഗത്താണെങ്കിലും പൊതുവേദിയിലാണെങ്കിലും ഇത്തരം തിരസ്കരണങ്ങൾ ഉണ്ടാകുമ്പോൾ പിടിച്ചു നിൽക്കുന്നവരെ എത്ര പേര് കാണും എന്ന് നമ്മൾ ആത്മപരിശോധന ചെയ്യേണ്ടതാണ്. നമ്മളൊരാളെ കാണാൻ ചെന്നു, ഒന്നും മിണ്ടുന്നില്ല. രണ്ടാമതും ചെന്നു, നീ എൻ്റെ ഇടവക്കാരിയല്ല. മൂന്നാമതും ചെന്നു, നീ വെറും പട്ടിയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളാരും പിടിച്ചിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സുവിശേഷം നൽകുന്ന അടിസ്ഥാനപരമായ സന്ദേശം പ്രീസ്റ്റ്ലി സ്പിരിച്വാലിറ്റി തന്നെയാണെന്ന് ഞാൻ കരുതുകയാണ്. ഒരുപാട് തിരസ്കരണങ്ങൾ നമുക്കുണ്ടാകാം, പക്ഷേ നമ്മൾ ഈശോയോടുള്ള ആ ബന്ധത്തിൽ, അടിയുറച്ച ബോധ്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കൊന്നും പേടിക്കാനില്ല. കർത്താവിൻ്റെ ശുശ്രൂഷകരായിട്ട് നമുക്ക് പെരുമാറാൻ പറ്റുന്നുണ്ടോ എന്നത് മാത്രമാണ് കാര്യം. ഈ കനാങ്കാരിയുടെ മനസ്സിൽ ജെറോം പുണ്യവാളൻ പറയുന്നുണ്ട്, ഈ സ്ത്രീ കർത്താവിനോട് പറയുന്നത്, താങ്കളുടെ മക്കളെ ഉപേക്ഷിച്ചല്ലോ. മക്കളെ ഉപേക്ഷിച്ച താങ്കൾക്ക് വിജാതീയരായ ഞങ്ങളുടെ കൂട്ടത്തിൽ പോരാൻ മേലെ, ഞങ്ങൾ മനുഷ്യരെന്ന് വിളിക്കപ്പെടാൻ അർഹരല്ലെങ്കിലും മൃഗങ്ങളായിക്കൊള്ളട്ടെ, ഞങ്ങളുടെ പക്കലേക്കൊന്ന് വന്നുകൂടെ എന്നാണ് ഈ സ്ത്രീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ജെറോം പുണ്യവാളൻ പറയുന്നത് നമുക്ക് വിലപ്പെട്ട കാര്യമാണ്. ഈ സ്ത്രീ അങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവ് വളരെയേറെ ആ സ്ത്രീയെ പ്രകീർത്തിച്ചു. ഇസ്രായേലിൽ പോലും ഇത്രമാത്രം വിശ്വാസം കാണുന്നില്ല. നിന്റെ വിശ്വാസം വലുതാണ്. മെഗാലെ എന്ന സുവിശേഷകൻ തായി ഉപയോഗിക്കുന്ന വാക്ക് മെഗാലെ, വലുതാണ്, വളരെ വലുതാണ്. എൻ്റെ മക്കളുടേത് ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നിന്റെ വിശ്വാസം വലുതാണ്. ഈ വിശ്വാസമാണ് ഞാൻ കാത്തിരുന്നത്. ആ സ്ത്രീയെ ലോകാവസാനം വരെ ഈശോയിലേക്ക് വരേണ്ട
ഇതര മതസ്ഥരുടെ സിംബളാണ്. എത്രയോ ആളുകൾ നമ്മുടെ മിഷൻ രംഗത്തും അതുപോലുള്ള നമ്മളുടെ ശുശ്രൂഷകൾ വഴിയും ഒക്കെ നമ്മളെ കണ്ടും നമ്മളെ കേട്ടും നമ്മളോട് വർത്തമാനം പറഞ്ഞും ഒക്കെ ഈശോയിലേക്ക് വരുന്നു. അസ്ബി പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് വലിയ ഡോഗ്മായൊന്നും വേണ്ട. ഞങ്ങളാരും കാൽസിനം ഡോഗ്മായോ തോമസ് അക്വീനാസിന്റെ പുസ്തകം വായിച്ച് പഠിച്ചവരോ ഒന്നുമല്ല. ഞങ്ങൾക്കൊരു കഷ്ണം മതി. നീ പറയുന്ന വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ ഒരംശം കിട്ടിയാൽ ഞങ്ങൾക്കിത് രക്ഷയുടെ അടയാളമാകും. ഞങ്ങൾക്കത് മതി. അതാണ് നമ്മളും ഉൾക്കൊള്ളേണ്ട ഒരു സത്യം. നമ്മളുടെ വാക്കുകളിലൂടെ, ചെറിയ നല്ല പെരുമാറ്റങ്ങളിലൂടെ ഈശോയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മളുടെ പൗരോഹിത്യം വളരുന്നുണ്ടെങ്കിൽ അത് രക്ഷയുടെ വലിയ അടയാളമാണ്. വലിയ അപ്പകഷ്ണങ്ങൾ, വലിയ പ്രസംഗങ്ങൾ, വലിയ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളൊന്നും നമുക്ക് ചിലപ്പോൾ എല്ലാവർക്കും സാധിച്ചെന്ന് വരികയില്ല. ചെറിയ കഷ്ണങ്ങൾ, അത് ഈശോയുടെ പരിശുദ്ധ കുർബാനയുടെ അംശമാണ്. ഒരു തരി മാത്രം മതി. നമ്മളങ്ങനെയാണല്ലോ, ആദ്യം കുർബാന സ്വീകരിക്കുന്ന കൊച്ചു കുഞ്ഞിന് വിശുദ്ധ കുർബാനയുടെ ഒരു തരി, അല്ലെങ്കിൽ കാർമ്മികൻ വിരല് തിരുരത്വത്തിൽ മുട്ടിച്ച് ഒരു തുള്ളി തിരുരത്വം കൊടുക്കുകയാണ്. ഒരു തരി മതി. അത് വിശുദ്ധ കുർബാനയാണ്. അത് രക്ഷയുടെ അടയാളമാണെന്ന് നമുക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പൗരോഹിത്യം ഇത്ര ആഴപ്പെട്ട വിശ്വാസങ്ങളിലുള്ള ഒരു ജീവിതമാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സഭയുടെ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാൻ സാധിച്ചില്ലെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ പഠിക്കുകയും അത് ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് രക്ഷയുടെ അടയാളമാണ്. മറ്റുള്ളവർക്ക് അത് ഈശോയെ കാണാനുള്ള വലിയൊരു അവസരവുമാണ്. കർത്താവ് ഇന്ന് ഈ ജൂബിലി കുർബാനയിൽ ഖനാൻകാരിയെ ഇന്നത്തെ നമ്മളുടെ സഭയുടെ കുർബാനയുടെ വായനയായിട്ട് നിശ്ചയിച്ചപ്പോൾ അത് വളരെ അർത്ഥമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുകയാണ്. തിരസ്കരണങ്ങളൊക്കെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് ഈശോയിൽ എത്തുന്നിടം വരെ നമ്മൾ നടത്തേണ്ട ഒരു വലിയ ആധ്യാത്മിക യാത്രയാണ് പൗരോഹിത്യം. അങ്ങനെ യാത്രയുടെ അന്ത്യത്തിൽ നമുക്കെല്ലാം തീർന്നു, എല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ എംപ്റ്റി ആവുകയാണ്. ഞാൻ ആ പാത്രത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. മേൽത്തരം തൈലം സൂക്ഷിച്ച ആ പാത്രം എംപ്റ്റി ആയപ്പോൾ ആ പാത്രം ദൈവത്തെ സ്തുതിക്കുകയാണ്. എനിക്കുള്ളതെല്ലാം കൊടുക്കാൻ പറ്റിയല്ലോ. ഈശോയുടെ മരണത്തിലേക്ക് പോലും അതിൻ്റെ ഒരു അംശം കൊണ്ടുവരാൻ സൂക്ഷിക്കാൻ എനിക്ക് സാധിച്ചല്ലോ. ലോകാവസാനം വരെ പറയേണ്ട സുവിശേഷത്തിൽ ഈ പാത്രവും അവിടെ പരാമർശിക്കപ്പെടുന്നുണ്ടല്ലോ. നമ്മുടെ അവസ്ഥ അതാണ്, നമ്മളുടെ തനിമയും അതാണ്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് ബഹുമാനപ്പെട്ട സക്കറിയാച്ചൻ തൻ്റെ പൗരോഹിത്യത്തിൻ്റെ ഓർമ്മ ഇവിടെ വൈദികരോടും ഈ ഇടവകയോടുമെല്ലാം ചേർന്ന് ഓർക്കുമ്പോൾ ശരിക്കും സക്കറിയ ദൈവം ഓർത്തു, ദൈവം ഓർക്കുന്നു എന്നുള്ള ആ പേരിൻ്റെ ആഴമായ അർത്ഥത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അച്ഛൻ്റെ സ്വന്തക്കാരും വീട്ടുകാരും എല്ലാം ഇവിടെയുണ്ട്. അമ്മ, സഹോദരന്മാർ, സഹോദരി, അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാം ഈ കുർബാനയിൽ പങ്കെടുക്കുന്നു. ധാരാളം വൈദികർ ഇടവകയോടും അച്ഛനോടും ബന്ധപ്പെട്ടിട്ടുള്ള അച്ഛന്മാർ നേരത്തെ തന്നെ ഇവിടെ എത്തി അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛൻ 2000 തിരുപ്പട്ടം സ്വീകരിച്ച ആളാണ്. കലാരൂപതയിൽ സജീവമായ ശുശ്രൂഷകൾ ചെയ്തിരുന്നു. വാഗമണ്ണ് വികാരിയായിരുന്നു. അഡാർട്ട് നമ്മുടെ രൂപതയുടെ പ്രത്യേകമായ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുന്ന ഒരു ശുശ്രൂഷ കേന്ദ്രമാണ്. അതിൻ്റെ ചുമതലക്കാരനായിരുന്നു. മൈനർ സെമിനാരിയിൽ അധ്യാപകനായിരുന്നു. അങ്ങനെ വളരെ വേറിട്ട കാര്യങ്ങളിൽ വലിയ പള്ളികളുടെ അസ്ഥിന്തിയായിരുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് അച്ഛൻ ജർമ്മനിക്ക് ശുശ്രൂഷയ്ക്കായിട്ട് പോകാമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ താല്പര്യപൂർവ്വം അത് ഏറ്റെടുത്തു. ജർമ്മൻ ഭാഷ നല്ലതുപോലെ പഠിച്ചു. ബാണിയെല്ലാനും പ്രസംഗിക്കാനും ആളുകളോട് സംസാരിക്കാനും പൊതുവേദിയിൽ പൊതുവിഷയങ്ങൾ സംസാരിക്കാനും ഒക്കെ
പ്രാവീണ്യം ആ ഭാഷയിൽ അച്ഛൻ നേടി എന്നത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. ജർമ്മനിയിലെ ഔഗ്സ്ബുർഗ് രൂപതയിലാണ് അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നത്. ഞാൻ 4-5 കൊല്ലം കൂടുമ്പോൾ ഒരിക്കലെങ്കിലും റോമിന് പോകുമ്പോൾ ജർമ്മനിയിലുള്ള നമ്മുടെ അച്ഛന്മാരുടെ അടുത്ത് പോകാറുണ്ട്. അച്ഛൻ്റെ പള്ളിമേളയിൽ ഞങ്ങൾ വിശ്രമിക്കുകയും രാത്രികാലം ചിലവഴിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അച്ഛൻ അവിടെയുള്ള നമ്മുടെ വൈദികരോടും വൈദിക വിദ്യാർത്ഥികളോടും നല്ല ബന്ധം പുലർത്തുന്നുണ്ട്. അവരെല്ലാം അവരുടെ അമ്മ വീട്ടിൽ വരുന്ന ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി സക്രിയാസിൻ്റെ പള്ളിയിൽ വരുന്നതും പ്രാർത്ഥിക്കുന്നതും നടക്കുന്നതും ഭക്ഷിക്കുന്നതും എല്ലാം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു തടസ്സവുമില്ല. നമ്മുടെ രൂപതയിലെ അച്ഛന്മാർക്കും ശമാശന്മാർക്കും അവിടെ ജർമ്മനിയിൽ പഠിക്കുന്നവർക്കും നാട്ടിൽ നിന്ന് അവിടെ വല്ലപ്പോഴുമെങ്കിലും എത്തുമ്പോഴുമെല്ലാം അങ്ങനെ നല്ല ഒരു തുറന്ന വീടാണ് അച്ഛൻ്റെ പ്രസ്ബിറ്ററി. അതാണ് ഈ പൗരോഹിത്യത്തിൻ്റെ ഊഷ്മളമായൊരു മാനമെന്ന് ഞാൻ കരുതുകയാണ്. അച്ഛൻ എല്ലാവരെയും സാധിക്കുന്ന വിധത്തിൽ സഹായിക്കും. അച്ഛൻ അവിടെ ശുശ്രൂഷ ചെയ്യുമ്പോഴും നമ്മുടെ രൂപതയോടും വ്യക്തിപരമായിട്ട് എന്നോടും വലിയ അടുപ്പവും സ്നേഹവും എല്ലാം കാണിക്കുന്നയാളാണ്. വൈദിക വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ പരിശീലനത്തിന് വേണ്ടി അച്ഛൻ പ്രാർത്ഥനയും സാധിക്കുന്ന സാമ്പത്തിക സഹായവുമൊക്കെ സെമിനാരിക്കാർക്ക് നൽകുന്നുണ്ട്. അങ്ങനെ ഈ രൂപതയോടും ഇവിടുത്തെ വൈദിക പരിശീലനത്തോടും സാധാരണക്കാരായ ആളുകളോടുമെല്ലാം വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ശുശ്രൂഷയാണ് അച്ഛൻ്റെ. ഞാനെൻ്റെ വാക്കുകൾ സംഭരിക്കുകയാണ്. അച്ഛൻ്റെ അമ്മ തീർച്ചയായിട്ടും വലിയ സന്തോഷത്തിൻ്റെ അവസരമാണ്. അമ്മയുടെ കൂട്ടത്തിൽ അമ്മയുടെ മറ്റു മക്കളും എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നു. ദൈവം തന്ന വലിയൊരു അനുഗ്രഹമാണ്. അതിമനോഹരമായ ഈ ദേവാലയം പുതുപുത്തനാക്കിയത് നമ്മുടെ ഇപ്പോഴത്തെ വിചാരിച്ചനാണ്. ഈ ദേവാലയത്തിൽ ഇത്രയും വൈദികരോടും ഇത്രയും അന്മായ സമർപ്പിത സഹോദരങ്ങളോടും ചേർന്ന് അച്ഛൻ്റെ ഈ പൗരോഹിത്യത്തിൻ്റെ ഓർമ്മകൾ ആഘോഷമായ ഈ കുർബാനയിലൂടെ നടത്താനായിട്ട് സാധിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. അച്ഛനെ ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. നല്ല സത്യസന്ധനായ മത്സരനിധിയായ ഒരു പുരോഹിതനാണ് അച്ഛനാണ് സക്രിയാസന്. ആർക്കും എപ്പോഴും ഇടപെടാനും വർത്തമാനം പറയാനും ഒക്കെ സാധിക്കും. എല്ലാവരെയും അച്ഛൻ കേൾക്കും. എല്ലാവർക്കും അച്ഛൻ സഹായം ചെയ്യും. അങ്ങനെയുള്ള നല്ല ഒരു ശ്രേഷ്ഠ പുരോഹിതനെ നൽകിയ ഈ ഇടവകയെയും ഈ തൊണ്ടങ്ങളും കുടുംബത്തെയും ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നു. അച്ഛനെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരെയും വിശുദ്ധ അന്തോനീസിനും പരിശുദ്ധ അൽഫോൻസാമിക്കും സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.